ഗുഡ് മോർണിംഗ് ആൾ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്താ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു ഓർ മോർ പീപ്പിളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ. അത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് ആവാം, ഇൻഫോർമൽ ആവാം, എന്തുമായിക്കോട്ടെ. കമ്മ്യൂണിക്കേഷൻ ഈസ് വാട്ട് വി ഇൻട്രാക്ട് വിത്ത് അതേഴ്സ്. അതായത് നമ്മുടെ ഐഡിയാസ് നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നു അല്ലേ? ഇൻട്രാക്ഷനിലൂടെ നമുക്ക് കുറേ ന്യൂ ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് നമ്മുടെ നോളജിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡെയിലി ഉള്ള കാര്യങ്ങളായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് കൂടുതൽ കറണ്ട് അഫെയേഴ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് പറ്റും. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ്. സോ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് സിംപ്ലി ബട്ട് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിക് മീഡിയയിലൂടെ ഉള്ള കമ്മ്യൂണിക്കേഷൻസിനെയാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്നുദ്ദേശിക്കുന്നത്. സോ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ യൂസിങ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസിലൂടെയോ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഈ കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? നമുക്ക് അത്രയും ആവശ്യമുള്ള കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസിലൂടെ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റും, തിരിച്ചതുപോലെ നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടും. സോ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിനെ സംബന്ധിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബിസിനസ്സിലായാലും ഗവേണൻസിലായാലും പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസിലായാലും ഈ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇന്നത്തെ കാലത്ത് യൂസ്ഫുള്ളാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഈ കമ്മ്യൂണിക്കേഷനാണ്. നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ പോസ്റ്റൽ ത്രൂ ലെറ്റേഴ്സൊക്കെ ആയിരുന്നു മാർഗം ഉണ്ടായിരുന്നിട്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് വെറൈറ്റി ഓഫ് ഈ കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആണ്. നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ ഈ ഒരു സോഷ്യൽ മീഡിയ എറയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പണ്ടൊക്കെ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിദേശത്തുള്ളവർ ദൂരെയുള്ളവർക്കൊക്കെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. പക്ഷെ അത് എത്ര ദിവസം കൊണ്ട് അവിടെ എത്തുന്നു? അത്രയും ടൈം എടുക്കും അല്ലേ? പക്ഷേ ഇത് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമുക്കൊരു ടിക്ക് വരേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ സാധനം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പോൾ മെയിനായിട്ട് പണ്ട് തൊട്ടേ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ഇലക്ട്രോണിക് മെയിൽ. അപ്പോൾ മെയിൽ വെച്ചിട്ടാണ് നമ്മൾ ഓഫീസസിലായാലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാറ്. അതിപ്പോഴും ഇങ്ങനെയാണ്. ഫോർമൽ ഒരു മീൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇമെയിൽസൊക്കെ യൂസ് ചെയ്യും. ഇപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ബയോഡാറ്റയോ അല്ലെങ്കിൽ റെസ്യൂമൊക്കെ ഒരു സ്കൂളിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം അവരുടെ ഇമെയിൽ ഐ ഡിയാണ് ചോദിക്കാം. അതുപോലെ നമുക്കൊരു ഇമെയിൽ ഐ ഡി വേണമെന്നറിയാലോ. നമുക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടായിട്ട് നമ്മളത് കമ്പോസ് ചെയ്യാണ് ചെയ്യുന്നത് ഇമെയിൽ. നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ ഡോക്യുമെൻറ്റ്സ് ഷെയർ ചെയ്യാനായിട്ട് പറ്റും വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. പിന്നെ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്, അത് പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്കറിയാം വാട്സപ്പ്, ടെലഗ്രാം, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഗ്രൂപ്പായിട്ടുള്ളതും പേഴ്സണലായിട്ടും കമ്പനി. അതായത് ഒരാൾക്ക് അയക്കണതിന് പകരം വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എല്ലാവരുടെയും അടുത്തും കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വാട്സപ്പ് ആയാലും ടെലഗ്രാം ആയാലും നമുക്കിങ്ങനെ പേഴ്സണൽ ഇൻഫോർമേഷൻസൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് വീഡിയോ കോൺഫറൻസിങ്ങിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ വീഡിയോ കോൺഫറൻസിങ് നമുക്കറിയാം, നമ്മൾ മെയിൻലി എഡ്യൂക്കേഷൻ നമുക്ക് വാട്സപ്പിലായാലും ഇത് വീഡിയോ കോൺഫറൻസിങ് അവൈലബിൾ ആണ്. അതുപോലെ ഇൻസ്റ്റഗ്രാമിലായാലും എല്ലാത്തിലായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ത്രൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പണ്ട് നേരിട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ മെസ്സേജസൊക്കെ ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ വാട്സപ്പിലൊക്കെ നമുക്ക് അയാളുടെ മൂഡ് എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീഡിയോ കോൺഫറൻസിങ് വഴി നമ്മളൊരു കാര്യം കൺവേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കറക്റ്റായിട്ട് റേഞ്ച് ഉണ്ടെങ്കിൽ ആ കുട്ടി പറയുന്നത് എന്തായാലും കേൾക്കാം. അപ്പോൾ നമുക്കൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ്റെ ആ ഒരു അഭാവം അവിടെ ഇല്ല. ഇപ്പോൾ വീഡിയോ കോൺഫറൻസിങ് നമ്മൾ മെയിനായിട്ട് സൂം, ഗൂഗിൾ മീറ്റൊക്കെയാണ് ഓൺലൈൻ പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതില്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് നടത്താനായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സും മീറ്റിങ്സൊക്കെ യൂസ് ചെയ്യും. അതല്ല നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വാട്സപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കോൾ ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ സോഷ്യൽ മീഡിയ നമുക്കറിയാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അതുപോലെ ഡിസ്കഷൻ ഫോറംസ് ഉണ്ട് ക്ലാസ് റൂമിൽ. മൂഡിൽ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം. ഒരു ഡിസ്കഷൻ ഫോറംസ് ടീച്ചേഴ്സിന് സ്റ്റുഡൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്കഷൻ ഫോറംസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അക്കാഡമിക് ഡിസ്കഷൻസ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഇ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് സ്പീഡ്. നമ്മളിപ്പോൾ പണ്ടൊക്കെ അയച്ചിരുന്ന കാര്യങ്ങളുണ്ടല്ലേ, പണ്ടൊക്കെ നമ്മളൊരു കാര്യം സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കുക, നമുക്ക് ഇവിടെ നിന്ന് ആ പോസ്റ്റ് അവിടെ എത്തി ദൂരത്തേക്കൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഓസ്ട്രേലിയയിലുള്ള ആളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈസി ആയിട്ട് അല്ലേ. അപ്പോൾ അത്ര സ്പീഡാണ്. നമ്മളൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി, മെസ്സേജസ് സെൻഡാണ്. അപ്പോൾ കുട്ടിക്ക് അവിടെ ഇരിക്കുന്ന ആൾക്കും അത് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഗ്ലോബൽ റീച്ച്. വീഡിയോ കോൾസ് അലൗഡ് ടു കമ്മ്യൂണിക്കേറ്റ് അക്രോസ് ഡിഫറെൻറ്റ് കൺട്രീസ്. പല രാജ്യത്തുള്ളവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൾട്ടിമീഡിയ സപ്പോർട്ട്. അതായത് ഇമേജസ് മാത്രമല്ല, ഓഡിയോ, വീഡിയോ, ഡോക്യുമെൻറ്റ്സ് അതെല്ലാം ഈസി ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജ്. അത് ഇമെയിൽസിലായാലും ചാറ്റ് ഹിസ്റ്ററീസൊക്കെ നമുക്ക് സേവ് ചെയ്യാം, റിട്രീവ് ചെയ്യാം ഫർദറായിട്ട്. നമ്മളൊരു കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ ആ കത്തിലുള്ള കണ്ടൻറ്റ് ആ കത്തിലൂടെ പോയി. പക്ഷേ ഇത് ഇലക്ട്രോണിക് ആയതുകൊണ്ട് നമുക്ക് അതിനെ റിട്രീവ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതാണ് ഇലക്ട്രോണിക് മീഡിയയുടെ പ്രത്യേകത. പിന്നെ ഇൻട്രാക്ടിവിറ്റി നമ്മൾ പറഞ്ഞു, ലൈവ് ചാറ്റ്സും വീഡിയോ കോൺഫറൻസസും ഒക്കെ 2-way കമ്മ്യൂണിക്കേഷൻസിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി വരുന്നത് ഇതിൻ്റെ മെറിറ്റ്സ് ആണ്. സോ മെറിറ്റ്സ് നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെ വളരെ ടൈം സേവിങ് ആണ്. ടീച്ചേഴ്സിന് നോട്ട്സൊക്കെ വിത്തിൻ ടൈം ലിമിറ്റ് ചെയ്യാം. പണ്ടൊക്കെ നമ്മൾ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് വരുന്നു, ബോർഡിലൊക്കെ എഴുതി കൊടുക്കുന്നു, എന്തോരം ടൈമാലേ പോകുന്നത് ലെക്ചറിന് വേണ്ടി. അതായത് ലെക്ചർ എടുക്കണം, നോട്ടും കൊടുക്കണം, ബുദ്ധിമുട്ടാണ്. ഇന്ന് ടീച്ചേഴ്സിന് ഗൂഗിൾ ക്ലാസ് റൂമിൽ സുഖമായിട്ട് അത് അപ്ലോഡ് ചെയ്യാം, കുട്ടികളത് വീട്ടിൽ നിന്ന് എഴുതിയിട്ട് വരുന്ന രീതിയിലാണ് ഇപ്പോൾ. പിന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്. ഓൺലൈൻ മീറ്റിങ്സ് ട്രാവൽ എക്സ്പെൻസ് ഒന്നുമില്ലല്ലോ, ജസ്റ്റ് നമുക്ക് ചീപ്പായിട്ട് ഡാറ്റ കിട്ടും, ആ ഡാറ്റ വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ കൊലാബറേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് കൊലാബറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്ക് അവിടെ ഉണ്ടാവും. ആ ടീം വർക്ക് മൈക്രോസോഫ്റ്റ് ടീംസ് നമുക്കറിയാം, അതിലൂടെ നമുക്ക് ഓൺലൈൻ മീറ്റിങ്സൊക്കെ കണ്ടക്ട് ചെയ്യാം. പിന്നെ ഫ്ലെക്സിബിലിറ്റി. ഓൺലൈൻ ലേണിംഗ് അലൗസ് സ്റ്റുഡൻസ് ടു അറ്റൻഡ് ക്ലാസ്സസ് മോർ ഫ്രം ഹോം. കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് വീട്ടിലിരുന്ന് ചെയ്യാം. നമ്മൾ കോവിഡ് പാൻഡമിക്കിൻ്റെ ടൈമിൽ എല്ലാവരും വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ എന്തായിരുന്നു, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒരു ഫോണുണ്ട്. പണ്ടൊക്കെ ഫോൺ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സോടുകൂടി എല്ലാ കുട്ടികളുടെയും ഫോണാണ്. പിന്നെ കുറച്ചും കൂടി നമ്മൾ പറയുകയാണെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആണ്, ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് ആണ്, റെഡ്യൂസസ് യൂസേജ് ഓഫ് പേപ്പേഴ്സ് കുറവാണ്, നമ്മളെല്ലാം ഈ കണ്ടൻ്റ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡീമെറിറ്റ് പറയുമ്പോൾ നമുക്കറിയാം പേഴ്സണൽ ടച്ച് ഉണ്ടാവില്ല. കൊറോണ ടൈമിലൊക്കെ നോക്കിയാൽ അറിയാം, നമ്മൾ ആരും ഫ്രണ്ട്സിനൊന്നും കണ്ടിരുന്നില്ല, ഫ്രണ്ട് സർക്കിൾസിനൊന്നും കാണാൻ പറ്റില്ല. അതൊരു വിഷമം തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഒന്ന് കറക്റ്റായിട്ട് മെസ്സേജസിനോടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ടെക്നിക്കൽ ഇഷ്യൂസ്, പുവർ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഓൺലൈൻ ക്ലാസ്സസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റി റിസ്ക്, അതായത് ഹാക്കിംഗ് ഓഫ് ഡാറ്റ, തെഫ്റ്റ്, ഇതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കുറച്ചും കൂടി കൂടുതലാണ്. ഇപ്പോൾ സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്കൊക്കെ വരുന്ന പോലെ. മിസ്കമ്മ്യൂണിക്കേഷൻ, അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഇൻഫർമേഷൻസൊക്കെ മിസ്ലീഡ് ചെയ്യാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഡിജിറ്റൽ ഡിവൈഡ്, അതായത് പീപ്പിൾ വിത്തൗട്ട് ഡിവൈസസ് ഓർ ഇൻ്റർനെറ്റ് കെ നോട്ട് ആക്സസ്. അതായത് ഇപ്പം കൊറോണ ടൈമിൽ എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ് ഉണ്ടായപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം 2-3 സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഫോൺ വേണം, അയാൾക്ക് മറ്റേയാൾക്കും ഫോൺ വേണം. ഫോണില്ലെങ്കിൽ നമുക്കത് കയറാനായിട്ട് യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസിൽ നമ്മൾ പറഞ്ഞു, ഓൺലൈൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാൻ സൂം, ഗൂഗിൾ മീറ്റ് ഒക്കെ ഉണ്ട്. അസൈൻമെൻറ്റ്സ് ഷെയർ ചെയ്യുക ത്രൂ ലേണിംഗ് പ്ലാറ്റ്ഫോംസ്. പിന്നെ സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻട്രാക്ഷൻസ് നടത്താൻ പറ്റും ഡിസ്കഷൻ ഫോറംസിലൂടെ. പിന്നെ നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻസ് കൊടുക്കാം, അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോർ ദാൻ അത് ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്നു, ഗ്ലോബൽ കണക്ടിവിറ്റി കൂട്ടുന്നു, അതുപോലെ നമുക്കൊരു ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും എല്ലാവരുമായിട്ട്. പിന്നെ ഒരു എഫക്റ്റീവ് യൂസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സോ ഈ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് എറയിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഈസി ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കൺട്രീസിലുള്ളവരുടെ അടുത്തായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടീച്ചേഴ്സ് ആയാലും നമുക്ക് ഇവിടെയുള്ള ടീച്ചർ അസോസിയേറ്റ്സ് മാത്രമായിട്ടല്ല കണക്ട് ചെയ്യാൻ പറ്റുക, വേൾഡ് വൈഡ് ആയിട്ടുള്ളവർക്കും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ PhD ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക,
ആ ഇൻഫോർമേഷൻസും കാര്യങ്ങളും PhD അപ്ലിക്കേഷൻസൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇമെയിൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ.